പതിവ് പോലെ തന്നെ ഇന്നും രാവിലെ എണീറ്റ് നമ്മളെ കാലിച്ചായ വാസാക്കി. ഇന്ന് പയമ്പാട്ടിയില്ല, ബിസ്ക്കറ്റാണ് ഉള്ളത്. ചായ കുടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടേനും. ചായയും കുടിച്ച് അരിയിട്ട് കടല തീയൽ വെച്ച് അതിലേക്കുള്ള തേങ്ങ അരച്ച് കൊടുത്ത് കടല ഇതാ കുക്കറിന് വേകുന്നുണ്ട്. പിന്നെ പുട്ടുപൊടി കുഴച്ച് വെച്ച് ഇനി വറവേക്കുന്നതിനുള്ള കറിവേപ്പില പറിച്ചുകൊണ്ടാട്ടെ. അങ്ങനെ കറിവേപ്പില പറിച്ചു കൊണ്ടുവന്ന് കടലക്കറി തോമിക്കുമ്പം എന്നെക്കൊള്ളൊരൊറ്റ പാളല. അതിൻ്റെ റെസിപ്പീസൊന്നും ഞാൻ അവിടെ കൊടുക്കുന്നില്ല. എല്ലാവരും കടലക്കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ മസാലകളെല്ലാം ഇട്ട് കടല തീയൽ വെച്ച് പിന്നെ തേങ്ങ അരച്ച് പാർന്ന് അത്ര തന്നെയുള്ളൂ. അങ്ങനെ ഓനിക്ക് കടലക്കറിയും പുട്ടും മുട്ടയെല്ലാം കൊടുത്ത് ഓൻ്റെ ചോറെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോയാബീനും മീൻ വരട്ടിയതും മീൻ പൊരിച്ചതും ഇന്നത്തുള്ളും. പച്ചക്കറി ഇന്നലത്തതാണ്, അതുകൊണ്ടാണ് വേറെ പാത്രത്തിലിട്ട് കൊടുത്തത്. ഇനി എങ്ങാനും കേട് വന്നാലോ. അങ്ങനെ ഓൻ പോയി. ഞാൻ പിട്ടിൽ പഞ്ചസാരയെല്ലാം കൂട്ടി ഞാനും തിന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് 2 റൂം ക്ലീൻ ആക്കട്ടെ. കുറേ ആയി ഒന്നും തൊടാത്തത്. 2 റൂം എന്ന് പറയുമ്പോൾ 2 റൂമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ റൂമുകൾ ക്ലീൻ ആക്കിയാൽ ഹാളും അടുക്കളയെല്ലാം പിന്നൊരു ദിവസം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേങ്കിൽ 2-3 മണിയായിക്ക് ഇത് വൃത്തിയാക്കി കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ മോളെൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ഉമ്മ കിടക്കെന്താ ഒരു ജാലകമെല്ലാം തുറന്നിട്ടിട്ടൊന്ന് കാറ്റും വെളിച്ചെല്ലാം ആക്കിയാൽ. ഞാനെന്താക്കും, ഒന്നും കൂടെ ഇരുടാവാൻ വേണ്ടിയിട്ട് കർട്ടൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പുതപ്പങ്ങ് വെച്ച് കെട്ടിക്കൊടുക്കും. എന്നാൽ പിന്നെ ഒന്നും കാണണ്ടാലോ, നല്ല രസമുണ്ടാവും ഇരുട്ടുള്ള റൂമ് കിടന്നുറങ്ങും. അതും മഴയിലാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇന്ന് ഞാനുള്ള വാക്ക് മാനിച്ച് ജാലകത്തിൻ്റെ ഗ്ലാസ് എല്ലാം തുറന്ന് വെച്ച് ജാലകമെല്ലാം തുറന്ന് വെച്ച് പിന്നെ കർട്ടന് ഇത് ഒരു ഭാഗത്തുള്ള കർട്ടൻ അങ്ങനെ തന്നെ മേലേക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഉരുണ്ടിങ്ങ് പോരും. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞേരം ഞാൻ വിചാരിച്ച് ഒന്ന് കട്ടിലിനുള്ളിൽ അടിച്ചോ നോക്കട്ടെ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ച്. ഡെയിലി അടിക്കും, പക്ഷേ എങ്കിൽ കട്ടിലിനുള്ളിൽ ഇങ്ങനെ കിടന്ന് നിരങ്ങി അടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ചെയ്യൂല. ഓള് പറയും വന്നാൽ ഉമ്മ 1 മാസമായില്ലേ ജോലിട്ടിട്ട്, അവളെന്തെങ്കിലും ചെരുപ്പെല്ലാം എടുക്കാനെല്ലാം നോക്കുമ്പോൾ ഇങ്ങനെ കാണും. അപ്പോൾ അതെല്ലാം അടിച്ചു വരുമ്പോൾ ഒരു 10 റുപ്യ കിട്ടി, ചെല്ലുന്ന കൗണ്ടർ കിട്ടി, ഒരു വള കിട്ടി. അങ്ങനെ ആ റൂമിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അത് നല്ലോണം അടിച്ച് പിരിപ്പെല്ലാം പിരിച്ച് പിന്നെ ഡ്രസ്സിങ് എല്ലാം ഓളങ്ങ് റെഡി ആയിക്കോളും. പിന്നെ ഞാൻ അടുത്ത റൂമിലേക്ക് വന്നു. അടുത്ത റൂമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൃത്തിയാക്കിയ റൂം ഓളതും ഇതെൻ്റെതും. പക്ഷേങ്കിൽ ഓള് ഈലുണ്ടാവുക വന്നാൽ അതൊരിക്കൽ കൊടുത്ത റൂമാണ്. പക്ഷെ ഓളിയിലുണ്ടാവുക, ഞാനാ പിന്നെ അതിൽ ഉറങ്ങുകയും ചെയ്യാം. അങ്ങനെ പിന്നെ ഒരുപാട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുറുതൽ എന്ന് പറയും. ഇവിടെ അങ്ങനെ പറയാം, ചെറിയ സാധനത്തിന് കറുതൽ. അങ്ങനെ ഈ ജാലകവും തുറന്നിട്ട് പൊടിമുട്ടി കൊണ്ട് മൊത്തം ഒന്ന് തട്ടിക്കൊട്ടി എന്താ പറയുക, പൊടിയെല്ലാം നല്ല ഇതാക്കി നോമ്പിന് ക്ലീൻ ആക്കിയതാണ്. പിന്നെ നോമ്പ് കഴിഞ്ഞേരം എനിക്ക് പറ്റിയില്ലേനു. അപ്പോൾ ഞാൻ വിചാരിച്ച് മറ്റേ റൂം കട്ടിലൊന്നും പിടിച്ചിടാൻ ഞാൻ നിന്നിക്കില്ല. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കട്ടിലോ ഡ്രസ്സിങ്ങല്ല. ഇത് ഞാൻ വിചാരിച്ച് കട്ടിലോ അൾമാറയിലോ ഒന്ന് മാറ്റിയിട്ടോക്കട്ടെ എന്ന് വിചാരിച്ച്. ഒറ്റക്ക് പറ്റുമൊന്നുമില്ല. മോന് രാത്രി 11 മണിയായിട്ടാകുമ്പോൾ വരുവാൻ, രാവിലെ പോകും. അതിലിടക്ക് എനിക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട്, നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. പക്ഷേങ്കിൽ ഞാൻ ഇതെല്ലാം കഴിഞ്ഞാകെ ടയേർഡായേ. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ പെട്ടുപോയിക്ക്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറേ പയതെന്ന് പറഞ്ഞാൽ നമ്മളെ തറവാട് പറിക്കുന്ന സമയത്ത് ഇരുമ്പ് വെട്ടി അങ്ങനത്തെ എല്ലാം കുറേ എല്ലാം ഉണ്ടായിരുന്നു. ഉമ്മ എല്ലാം ഇവിടെയാണ് കൊണ്ടാച്ച. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലാം ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഈ അൾമാറ മാറ്റി വെക്കണം. ഈ അൾമാറയിലാണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. അൾമാറ ഭയങ്കര വെയിറ്റാണ്. പക്ഷേ അൾമാറ ഒരുപാട് ദൂരമൊന്നും നീക്കിയിടുന്നില്ല. ആ സ്ഥലത്ത് നിന്ന് വേറൊരു പൊസിഷൻ മാറ്റി വെക്കുന്നുള്ളൂ. അങ്ങനെ അതും നീക്കി വെച്ച് വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തതാണോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അടിച്ചടിച്ച് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, അടിച്ചു വാരാൻ അങ്ങ് തുടങ്ങിയാൽ പിന്നെ എനിക്ക് അന്ന് തന്നെ അടിച്ചു വാരും ഒരു 5 പ്രാവശ്യം. ഇനി പഠിച്ച് വാരുന്നില്ലെങ്കിലോട്ട് അടിച്ച് വാരുമില്ല. പിന്നെ കട്ടിലുള്ളിലുള്ള സാധനങ്ങളെല്ലാം യഥാസ്ഥലത്ത് വെച്ച് പിന്നെയോ അടിച്ച് ഓരോ സാധനം കൊണ്ടാക്കുമ്പം പിന്നെ ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുവരിക. ആ ഓരോരോ അടിക്കലോത്ത് പിന്നെ ഇങ്ങനെ കാട്ടം കിട്ടും. എന്തോ ഒരു എന്നാ പറയണ്ടേ,
ഉന്നം പോലത്തെ ഒരു സാധനം കിട്ടാനുണ്ട് ഈ കട്ടിലുള്ളെല്ലാം കുറേ ദിവസം കഴിഞ്ഞിട്ട് അടിച്ചു വരുമ്പോൾ. അൾമാറ ഞാൻ വെറുതെ ഒന്ന് പൊന്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കച്ചറ എത്ര, ഞാൻ വിചാരിച്ച എലിയാന്നാ. നീക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഒരു ബാറ് പോലെ ഉണ്ടെന്ന്. ഇത്രയും കാട്ടം പുരേൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല ഞാൻ കിടന്നുറങ്ങിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പുച്ഛം തോന്നും. അങ്ങനെ എന്തായാലും 2-3-4 മണിക്കൂറേറ്റ പരിശ്രമത്തിന് ശേഷം എല്ലാം വൃത്തി. ഇനി 2 റൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ട സാധനങ്ങളെല്ലാം ഈ ടേബിൾ മേല. ഇനിയിപ്പോൾ ഇതെല്ലാം ഇവിടുന്ന് മാറ്റണം. ഒക്കെ അടച്ചിരിഞ്ഞ് കുറേ ഗുളികയുണ്ട്, മരുന്നുണ്ട്. എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും ഉമ്മ ഗൂഗിൾ പേ ചെയ്താന്ന് പറയും. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കൊണ്ടുവരിക കണ്ണിലിറ്റിക്കുന്ന മൂക്കിലിറ്റിക്കുന്ന പനി കാണിക്കാൻ പോയാൽ അതെല്ലാം പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരും. അടുത്ത പ്രാവശ്യം പോയാൽ പിന്നെയും വാങ്ങും. ഇപ്പം ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിലും പ്രൈവറ്റിൽ നിന്നാണെങ്കിലും ഇവർക്കുണ്ട് എന്നോ പറയൂല. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇനി ഇതൊന്നും വേണ്ട, എല്ലാം ഒഴിവായിക്കളട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കണ്ണട, കൈക്ക് ചുറ്റുന്നൊരു ബെൽറ്റ്, മറ്റേ എന്നാ പറയേണ്ടത് എന്തെല്ലോ അൽക്കുലത്ത് സാധനങ്ങളുണ്ട്, അതെല്ലാം ഞാൻ 2 ബോക്സിലാക്കി വെച്ച്. കുറേ ഗുളിയും കാര്യങ്ങളുണ്ടേനും അതെല്ലാം അതും വെച്ച്. പിന്നെ ഇതാ ഹാളിലേക്ക് വന്നു. 2 റൂം ഒരുക്കി വെക്കും, പിന്നെ ഒരു മെനയില്ല കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഹാളും കൂടി ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഹാളും. കുട്ടികളിങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരു പല പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം എടുത്ത് കളിച്ചിട്ട് പോയിട്ട് അടിച്ചോര് നോക്കിയാൽ ഇതെല്ലാം എനിക്ക് കിട്ടും ഈ സോഫേൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ജലകെല്ലാം മുട്ടി. കൂടുതലുള്ള കണ്ണിലിറ്റിക്കുന്നതും മൂക്കിലിറ്റിക്കുന്നതും ഗുളിക, മരുന്ന്, തലവേദനയുടെ മരുന്ന്, അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളെല്ലാം കിട്ടി. അങ്ങനെ ഈ സോഫയെല്ലാം റെഡിയാക്കി. ഇവിടെ മുറ്റത്തൊന്നും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കുട്ടികളെ പന്ത് കളി, ബോൾ കളി എല്ലാം റൂമിൽ നിന്ന്. ചെറിയ മക്കളൊന്നും പറയാനും പറ്റില്ല. പിന്നെ ഞാൻ അതെല്ലാം അങ്ങ് സഹിക്കും. അങ്ങനെ എല്ലാം അടിച്ച് വാരിക്കഴിഞ്ഞ് പിന്നെ എല്ലാം ഒന്ന് തുടച്ച് എത്ര കാട്ടം കിട്ടിയെന്നറിയാം. വാരി തുടച്ച് എല്ലാം റെഡിയാക്കി പിന്നെ ചോറ് തിന്ന്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.